നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീന കാനഡയുമായിട്ട് കളിക്കുന്നു. ഇന്ന് രാത്രിയാണ് അറ്റ്ലാന്റയിൽ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 കളി ആരംഭിക്കുക. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നാളെ പുലർച്ചയുടെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചത്. എന്തായാലും ഈ ടൂർണമെൻറ്റിന് മുന്നോടിയായിട്ട് ബ്രസീലിയൻ താരം മാർക്കിന്യോസിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ. ബ്രസീൽ ഫേവററ്റുകളാണോ എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടിയുണ്ട്. അർജന്റീന തന്നെയാണ് ഫേവററ്റുകൾ, സംശയമില്ല, നിലവിലെ ചാമ്പ്യന്മാരാണ്. പക്ഷേ നിലവിലെ ചാമ്പ്യന്മാരെ പലപ്പോഴും തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്ക് ബ്രസീൽ പോയത് എങ്ങനെയാണ്? നിലവിലെ ചാമ്പ്യന്മാരായിട്ടാണ്. എന്നിട്ട് ഫൈനലിൽ ഏറ്റവും നന്നായി കളിച്ച ടീം ഏതാ? ബ്രസീലാണ്. വിജയിച്ച ടീം ഏതാ? അർജന്റീനയാണ്. അവരാണ് കിരീടം കൊണ്ടുപോയത്. അങ്ങനെ സംഭവിക്കാം. നന്നായിട്ട് കളിച്ചാലും വിജയിക്കാതിരിക്കാം. കളിക്കളത്തിൽ അങ്ങനെയുള്ള ചില ഫാക്ടറികൾ കൂടിയുണ്ട്. അതൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് മാർക്കിന്യോസ് പറയുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു സൗത്ത് അമേരിക്കയിലെ ഫുട്ബോൾ ഏറ്റവും നല്ല മൊമെൻറ്റിലാണ് ഇപ്പോഴുള്ളത്. ഒരുപാട് താരങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി പോയി കളിക്കുന്നു. അപ്പോൾ ഈ കോപ്പ അമേരിക്ക വളരെ ടഫായിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാർക്കിന്യോസിൻ്റെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീന തീർച്ചയായിട്ടും ഫേവററ്റുകളാണ്. പക്ഷെ കറണ്ട് ചാമ്പ്യന്മാരെ എപ്പോഴും മറ്റുള്ളവർ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അത് ഏത് ഘട്ടത്തിലാണെങ്കിലും അങ്ങനെയാവാം. നമ്മൾ അർജന്റീന ബ്രസീലിനെ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ തോൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ അന്നും ബെറ്ററായിട്ട് കളിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ സംഭവിക്കാം. കളിക്കളത്തിൽ ഒരുപാട് കാര്യങ്ങളും മാറാം. കളിക്കളത്തിലെ കഥകൾ മാറാം. അങ്ങനെ വിജയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വരാം എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് മാർക്കിന്യോസ് പറയുന്നു. കൂടാതെ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു സൗത്ത് അമേരിക്കൻ ടീമുകളുടെ ഒരു മികവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കുക, ഇപ്പോൾ വളരെ മികച്ച രൂപത്തിലേക്ക് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് താരങ്ങൾ സൗത്ത് അമേരിക്ക വിട്ട് യൂറോപ്പിലേക്ക് പോകുന്നു. അവിടുത്തെ ബിഗ് ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നു, ബിഗ് ചാമ്പ്യൻഷിപ്പുകൾ കളിക്കുന്നു, ബിഗ് ലീഗുകൾ കളിക്കുന്നു. സോ ഇത്തവണത്തെ കോപ്പ അമേരിക്ക സ്വാഭാവികമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കും. വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് നോർമൽ തന്നെയാണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ, ഇപ്പോൾ നമ്മുടെ ദേശീയ ടീമിൽ കളിക്കാനുള്ള കോമ്പറ്റീഷൻ പോലും, ക്ലബ്ബുകളിലേക്ക് താരങ്ങൾ എത്താനുള്ള കോമ്പറ്റീഷനുകൾ പോലും വളരെ മികച്ച രൂപത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ബ്രസീൽ എല്ലായ്പ്പോഴും ഫേവററ്റുകളുടെ കൂട്ടത്തിലാണ്. എന്നാൽ മറ്റ് ടീമുകൾക്കും ഇത്തവണ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. കളിക്കളത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല മൊമെൻറ്റത്തിലൂടെ കടന്നു പോകുന്ന ടീമിന് ചിലപ്പോൾ ചാമ്പ്യന്മാരാവാൻ കഴിയാതെ പോയേക്കാം. അതേസമയം നല്ല മൊമെന്റത്തിൽ അല്ലാതെ പോകുന്ന ടീമുകൾ വിജയിച്ച് കിരീടം ചൂടുന്നതും നമ്മൾ കണ്ടെന്ന് വരാം, അങ്ങനെ കാണാറുമുണ്ട്. സോ എല്ലാവരും ഇതിനു വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളും അതുപോലെ തന്നെയാണ്. കളിക്കളത്തിലെ ഒരുപാട് കാര്യങ്ങൾ മാറി മറിയും, കാത്തിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കിന്യോസ് പറയുന്നത്. ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.